റളിയല്ലാഹു തആല അൻഹ നമ്മുടെ ഉപ്പയെ ശല്യം ചെയ്തു. ഇബ്ലീസിന്റെ കെണിയിൽ അകപ്പെട്ടു പോയി. ഇബ്ലീസിന്റെ ദുർബോധനത്തിൽ വശംവദയായി ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹ ആദം നബിയെ നിർബന്ധിച്ചു. അങ്ങനെ അതാ മരത്തിന്റെ അടുത്തു പോയി പഴം പറിച്ചു, പഴം ഭക്ഷിച്ചു. രണ്ടുപേരും പഴം ഭക്ഷിച്ചു. പഴം ഭക്ഷിച്ച ഉടനെ അള്ളാഹു അവരോട് നിങ്ങൾ പുറത്തു പോകണമെന്ന് പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ എപ്പോഴാ പറഞ്ഞത്? പഴം ഭക്ഷിച്ച് അതിന്റെ ടേസ്റ്റ് ഒക്കെ അങ്ങനെ അനുഭവിച്ച് അതിന്റെ രുചിയൊക്കെ അറിഞ്ഞ് ആ പഴം ഇങ്ങനെ വയറ്റിലേക്ക് എത്തിയപ്പോ അവർക്കൊരു അസ്വസ്ഥത. കാരണം അങ്ങനെയാണല്ലോ, തിന്നാൻ പറ്റാത്തത് തിന്നാൽ അസ്വസ്ഥത ഉണ്ടാവൂലേ? അത് സ്വാഭാവികതയല്ലേ. നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത അല്ലെ തിന്നാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സാധനം, നമുക്ക് പറ്റാത്തൊരു സാധനം നമ്മൾ തിന്നാൽ എന്താവും? പറയൊന്ന്, നിങ്ങളൊന്ന് പറയും, സഹോദരങ്ങളെ ഒന്ന് പറയും. അത് ഒന്നുകിൽ മുമ്പിലൂടെ പുറത്താക്കണം, അല്ലെങ്കിൽ ബാക്കിലൂടെ പുറത്താക്കണം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഒന്നുകിൽ മലമൂത്ര വിസർജനത്തിലൂടെ അത് പുറത്താക്കണം, അല്ലെങ്കിൽ ഛർദിച്ചുകൊണ്ട് പുറത്താക്കണം. ഇതൊരു സാധാരണ രീതിയല്ലേ? അതെ, സ്വർഗത്തിലും സംഭവിച്ചത് അത് തന്നെ. പഴം തിന്നപ്പോ, പഴം ഭക്ഷിച്ചപ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹക്കും മലവിസർജനം നടത്താൻ തോന്നി. അതിനവർക്ക് തോന്നി, നിർബന്ധിതാവസ്ഥയിലായി. അവരിങ്ങനെ സ്ഥലം തരാ സ്വർഗത്തില്. ഒന്ന് മറക്കിയിരിക്കണല്ലോ. സ്വർഗത്തിലാണെങ്കിൽ അതിനൊന്നും സൗകര്യമില്ലല്ലോ. സ്വർഗത്തിൽ മലമൂത്ര വിസർജനം ഒന്നുമില്ല. അങ്ങനെയാണ്. എന്ത് കഴിച്ചാലും എന്ത് ഭക്ഷിച്ചാലും അതൊക്കെ അങ്ങനെ വിയർപ്പായി പുറത്തു വരും. ആ വിയർപ്പിനാണെങ്കിലോ കസ്തൂരിയുടെ ഗന്ധവുമായിരിക്കും സ്വർഗത്തിൽ. അതാണ് സ്വർഗത്തിന്റെ അവസ്ഥ. ഇവർക്ക് അതിന് വിപരീതമായി ശാരീരിക അസ്വസ്ഥതയുണ്ടായി, മലമൂത്ര വിസർജനത്തിന് അനുഭവപ്പെട്ടു. അതിനുവേണ്ടി ഇങ്ങനെ പറ്റിയ സ്ഥലം തിരഞ്ഞെടുക്കാണ് സ്വർഗത്തില്. സ്വർഗാണെങ്കിലോ എല്ലായിടത്തും പരിശുദ്ധമല്ലേ? ഒരഴുക്ക് പോലും കാണാനില്ലല്ലോ സ്വർഗത്തിൽ. സ്വർഗത്തെ കുറിച്ച് ഹദീസിൽ പറഞ്ഞത് അങ്ങനെയല്ലേ? ലാ യുബ്ലാ സിയാബുഹും വലാ യഫ്നാ ശബാബുഹും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ഉറക്കെ ചൊല്ലൂ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് സ്വർഗത്തിന്റെ പ്രത്യേകത, ഫീഹാ മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി